മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം ഈ പറഞ്ഞത്. അല്ലാഹു തആല നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, നിങ്ങൾ മൈലാഞ്ചി അണിയൽ സുന്നത്ത്. ഇങ്ങോട്ട് നോക്ക്. ശ്രദ്ധിക്കണില്ലേ നിങ്ങൾ? വിവാഹിതകളായ ഭർത്താവുള്ള പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി അണിയൽ സുന്നത്താണ്. ഒരു കത്ത് കൊടുത്തു ഒരു പെണ്ണ് മുസ്തഫ നബിന്റെ കയ്യിലേക്ക് ഒരു എഴുത്ത് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, അന്തിമുത്തസവ്വിജ, പുതിയാപ്പിളുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. ഉണ്ട് നബി എന്ന്. അപ്പോൾ പറഞ്ഞു, അല്ല, എന്റെ നീ നാട്ടിലെ മൈലാഞ്ചിയൊക്കെ കിട്ടിയിട്ടും എന്റെ നഖം ഭംഗിയാക്കാതിരുന്നു. മനസ്സിലായില്ല? ശ്രദ്ധിക്കുക. മനസ്സിലായ ഒരു പെണ്ണ് ഹബീബാ റസൂലുള്ളാഹിക്ക് ഒരു എഴുത്തു കൊടുത്തു, ഒരു വിഷയം, ഒരു കത്ത് കൊടുത്തു. അപ്പോൾ ആ പെണ്ണിന്റെ നഖം കണ്ട് മുസ്തഫ നബി പറഞ്ഞു, പെണ്ണെ നീ ഭർത്താവുള്ളവളാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബ് പറഞ്ഞു, ഭർത്താവ് ഉണ്ടായിട്ടും എന്റെ മൈലാഞ്ചി കൊണ്ട് നഖം ഭംഗിയാക്കാതിരുന്നു. മൈലാഞ്ചി അണിയ നഖത്തിലെ. അതേപോലെ തന്നെ അവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. വുളൂഇന്റെ വെള്ളം ചേരാത്തത് കൊണ്ട് ഭംഗി കൂട്ടാൻ വുളൂഇന്റെ അവയവങ്ങളിൽ പാടില്ലാത്തതാകുന്നു. ശ്രദ്ധിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണോ. നമ്മളെ എന്താ പറയാ ക്യൂടെക്സ് അങ്ങനെ എന്തോന്നില്ലേ? ഇല്ലല്ലേ? ക്യൂടെക്സോ അങ്ങനല്ലേ? ക്യൂടെക്സ് അത് നഖത്തിൽ വെള്ളം ചേരൂല. അത്തരം കാര്യങ്ങൾ കൊണ്ട് നഖം ഭംഗിയാക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക. ചില ഭംഗി കൂട്ടാൻ പറഞ്ഞാൽ ശറ അംഗീകരിക്കുന്ന ഭംഗി കൂട്ടൽ. ചില ആളുകൾ നഖം വല്ലാതെ അങ്ങോട്ട് വളർത്തിയിട്ട് അതിനുള്ളിൽ അഴുക്ക് കെട്ടും. മാത്രമല്ല വുളൂന്റെ വെള്ളം ചേരില്ല, അതും പാടില്ല. ശറ അംഗീകരിക്കുന്ന ഭംഗിയാകൽ. കിടക്കുന്ന നേരത്തെ മൈലാഞ്ചി സുറുമയണിയ, നല്ല മനോഹരമായ സുഗന്ധം പൂശുക. അതേപോലെ തന്നെ അവനോട് ഇഷ്ടപ്പെട്ട് വസ്ത്രമണിയുക. അവന് തന്നെ വസ്ത്രം നീ നിന്റെ ഇഷ്ടപ്പെട്ട പ്രകാരം അണിഞ്ഞാലും പോരാ. വസ്ത്രത്തിനെ തീരുമാനിക്കേണ്ടത് കാണുന്നവരാണ്. അപ്പോൾ അവൾ ചോദിക്കണം. അതാണ് നല്ല പെണ്ണിന്റെ സ്വഭാവം. ഇന്ന് ഞാൻ ഏത് വസ്ത്രമാണ് അണിയേണ്ടത് എന്ന് ഭർത്താവിനോട് ചോദിക്കണം. അതൊക്കെ നല്ല പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങൾ മനസ്സിലാവണില്ലേ? ഇതൊത്തിരി ചിരിക്കുന്നുണ്ട്, ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നാ അതിന്റെ മേന. ഉണ്ട്, നല്ലവരൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുക. ഭർത്താവിനോട് ചോദിക്കുക, ഇന്ന് ഏത് വസ്ത്രമാണ് അണിയേണ്ടത്. എല്ലാം നല്ല വസ്ത്രം. എന്നാലും നല്ല വസ്ത്രമാണെങ്കിലും ചില വസ്ത്രങ്ങൾ ചില ആളുകൾക്ക് ചില വസ്ത്രത്തിൽ വല്ലാതെ ഭംഗി കൂട്ടും. റസൂലുള്ളാഹിക്ക് ചില വസ്ത്രമണിഞ്ഞാൽ വല്ലാത്ത മനോഹരാവസ്ഥ ഉണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ചുരുക്കത്തിൽ വിശ്വാസികളെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഭംഗി കൂട്ടുകയും മൈലാഞ്ചി അണിയുകയും ചെയ്യൽ ഹബീബിന് വലിയ താല്പര്യമായിരുന്നു. അല്ലാഹു തആല നമുക്ക് മഴ കൊണ്ട് നമ്മളെ സമൃദ്ധിയാക്കട്ടെ. ആരും വിഷമിക്കണ്ട. അതിനൊക്കെ അല്ലാഹു തആല നിഅമത്ത് ചെയ്തു തന്നില്ലേ. മഴയും വളരെ ആവശ്യം തന്നെയാണ്. മഴയില്ലാത്തൊരു കർക്കിടക മാസം കഴിഞ്ഞു പോയി. മഴയും ആവശ്യ. അല്ലാഹു റഹ്മത്തിന്റെ മഴയാക്കി തരട്ടെ. അല്ലാഹു സയ്യിബൻ നാഫിയ, അല്ലാഹു റഹ്മത്തിന്റെ മഴയാക്കി തരട്ടെ. മഴയുടെ നേരത്ത് ദുആ സ്വീകരിക്കുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം. അൻ അനസ് ബിൻ മാലിക് ഖാല ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിരിജാലിൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ കയറുന്ന പുരുഷന്മാരെ ഞാൻ എണ്ണി പറയാം. ഖാല, എന്നിട്ട് ഹബീബ് പറഞ്ഞു, അന്നബിയു ഫിൽ ജന്ന വസ്സുദ്ദീഖു ഫിൽ ജന്ന വറജുലു യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ ബലദി ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ കയറുന്നത് നബിമാർ സ്വർഗ്ഗത്തിൽ കയറും, സിദ്ദീഖീങ്ങൾ സ്വർഗ്ഗത്തിൽ കയറും. പിന്നെയോ ഒരാൾ തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ നാട്ടിന്റെ അങ്ങേ ഭാഗത്തുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ കാണാൻ വേണ്ടി പോകുന്നു. ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ഒരു മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കാൻ നടക്കുന്ന ഒരാൾ അയാളും സ്വർഗത്തിൽ പോകും എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇനി അലാ അദുല്ലുക്കും നിസായിക്കും ഫിൽ ജന്ന. സ്വർഗത്തിൽ കയറുന്ന പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ ഹബീബായ നബി ചോദിച്ചു. അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് എന്നാ പറഞ്ഞു നബി. ഖാല, നോക്ക്. ഖാല, നോക്ക്. ഹബീബായ നബി പറഞ്ഞു, ഇംറാത്തുൻ വലൂദുൻ വദൂദ്
ഇമ്രാത്തുൻ വലൂദുൻ വദൂദ്, ഇമ്രാത്തുൻ വലൂദുൻ വദൂദ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. ആരാ സ്വർഗത്തിൽ കയറുന്നത്? ഇമ്രാത്തുൽ വലൂദുൻ, ഏറ്റവും സ്നേഹമുള്ള പെണ്ണുങ്ങൾ. പിന്നെയോ വലൂദുൻ, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ. പ്രസവിക്കാൻ താല്പര്യം ഉണ്ടാവുക. കൊടുക്കലും കൊടുക്കാതിരിക്കലും ആരാണ്? അള്ളാഹുവാണ്. ഒന്ന് കഴിയുമ്പോഴത്തിന്, രണ്ട് കഴിയുമ്പോഴത്തിന് ഇനി നമുക്ക് തൽക്കാലം നിർത്തിയേക്കെന്ന് ഭർത്താവിനെ പ്രേരിപ്പിക്കാതിരിക്കുക. ഇനിയും കുട്ടികൾക്ക് വേണ്ടി കൊതിക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? സ്വർഗത്തിൽ ആണുങ്ങളിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നബി, സിദ്ദീഖ്, പിന്നെ മുസ്ലിമായ സഹോദരനെ പരിഗണിച്ച് സിയാറത്ത് ചെയ്യുന്നവൻ, അയാളെ സന്ദർശിക്കുന്നവൻ, മൂന്നാളാ പറഞ്ഞത്. എന്നാൽ പെണ്ണുങ്ങളിൽ ആദ്യം പറഞ്ഞതോ വലൂദുൻ വദൂദ്. അവിടെ നബിയുടെ സ്ഥാനത്താണ് ഇവിടെ വലൂദുൻ വദൂദ്, വലൂദുൻ വദൂദ്, വലൂദ് വദൂദ്, വദൂദുൻ വലൂദ്. അങ്ങനെയാണ് വദൂദ്. വദൂദ് എന്താർത്ഥം? ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൾ, ഏറ്റവുമേറെ സ്നേഹമുള്ളവൾ. ഭയങ്കര സ്നേഹ ഭർത്താവിനോട്. ഏറ്റവും കൂടുതൽ തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾ. ഒരിക്കൽ എന്തുണ്ടായി? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം നടന്നു. മുആവിയ, ശ്രദ്ധിക്കുന്നില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിരുന്ന മർവാൻ ബിൻ ഹക്കം എന്ന ഭരണാധികാരിക്ക് ഒരു ഗ്രാമീണന്റെ ഭാര്യയോട് വലിയ താല്പര്യമുണ്ടായി. ആ ഗ്രാമീണനാകട്ടെ പറ്റേ പാവപ്പെട്ട ഒരാളുമായിരുന്നു. അതിസുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ബനൂ ഉദ്റ ഗോത്രത്തിൽ അതിസുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. പെണ്ണിന്റെ ഭർത്താവ് പറ്റേ ഒരു മോശപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഗവർണറായ മർവാൻ ബിൻ ഹക്കമിന് ഈ പെണ്ണിനെ ഇയാളെന്ന് ത്വലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞാൽ എനിക്ക് വിവാഹം ചെയ്യാനൊരു താല്പര്യം ഗവർണറായ മർവാൻ ബിൻ ഹക്കമിന് ഉണ്ടായി. അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു. അവസാനം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ കേസെത്തി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഭർത്താവുള്ള ഒരു പെണ്ണിന്, ആ ഭർത്താവ് ഒരു പാവപ്പെട്ട ആളാണ്, പെണ്ണ് അതിസുന്ദരിയ, എങ്ങനെയെങ്കിലും ഭർത്താവിന് പാരിതോഷികം കൊടുത്തിട്ട് ത്വലാഖ് ചൊല്ലിച്ച് ഒഴിവാക്കിയിട്ട് ഈ പെണ്ണിനൊന്ന് എനിക്ക് ഭാര്യയായി കിട്ടിയെങ്കിൽ എന്നൊരു മോഹം നാട്ടിലെ ഗവർണർക്ക് ഉണ്ടായി. അതിന്റെ പേരിൽ വലിയ പ്രശ്നവും നടന്നു. അവസാനം കോടതിയിൽ കേസെത്തി. കോടതിയിൽ കേസെത്തിയപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ പരിശോധിക്കാൻ വേണ്ടി, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, മർവാൻ നല്ല റൂമാലാണ്, നല്ല പൈസക്കാരനാണ്, പിന്നെ നല്ല റജുലുമാണ്, എന്താ വേണ്ടത് തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹാരാ വഇൻ കാന ഫീ ജൂഇൻ വഇത്മാരി അഅ്സു ഇൻദി മിൻ അഹ്ലി വമിൻ ജാരി വസാഹിബി താജി ഔ മർവാന അമിലിഹി വകുല്ലി ദീ ദിർഹമിൻ മിൻഹും വദീനാരി. ലോകപ്രശസ്തമായ ഒരു ഗാനമാണിത്. ഈ പെണ്ണിന്റെ പാട്ട് പിന്നെ ലോകത്ത് ഒരുപാട് കാലഘട്ടം സാഹിത്യകാരന്മാർ പാടിയിട്ടുണ്ട്. കോടതിയിൽ വെച്ച് പെണ്ണ് പാട്ടുപാടി. പെണ്ണിനോട് ചോദിച്ചു, മർവാൻ ഗവർണറാണ്, നല്ല പൈസക്കാരനാണ്, നീ അവന്റെ ഭർത്താവായി കിട്ടാൻ അയാൾക്ക് വലിയ താല്പര്യവുമാണ്. അപ്പോൾ പറഞ്ഞു, ഹാരാ വഇൻ കാന ഫീ ജൂഇൻ വഇത്മാരി അഅ്സു ഇൻദി മിൻ അഹ്ലി വമിൻ ജാരി വസാഹിബി താജി ഔ മർവാന ആമിലിഹി വകുല്ലി ദീ ദിർഹമിൻ മിൻഹും വദീനാരി. ഇയാൾ വലിയ ഉഷാറുള്ള ആളാണെങ്കിലും ഈ വഇൻ കാന ഫീ ജൂഇൻ വഇത്മാരി, വലിയ വിശപ്പിലും വലിയ ബുദ്ധിയിലും മുട്ടിലുമാണ് ഞങ്ങളുടെ ജീവിതമെങ്കിലും അഅ്സു ഇൻദി, എന്റെ അടുക്കൽ ഏറ്റവും യോഗ്യൻ എന്റെ ഭർത്താവ് തന്നെയാണ്. ഭർത്താവിന്റെ കാര്യത്തിൽ അഭിമാനം പറയുക. അഭിമാനം പറയേണ്ടി വന്നാൽ എന്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കും സ്വന്തം കുടുംബത്തിൽ പറയേണ്ടടുത്ത്. എന്നാൽ അന്യ സ്ത്രീകളോട് ഭർത്താവിനെ പ്രശംസിച്ച് വർണ്ണിച്ച് പറയാനൊട്ട് പാടില്ലാത്തതുമാണ്.